നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ഖത്തറിൽ തേടിയെത്തിയത് മകളുടെ മരണവാർത്ത. നെല്ലിയാനി കല്ലറയ്ക്കൽ സാജന്റെ മകൾ സിൽഫി കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 8ാം ക്ലാസ് മുതൽ താൻ മരണത്തിനായി കാത്തിരിക്കുന്നു, എങ്ങനെയെങ്കിലും മരിക്കണം. മരണത്തോട് പ്രണയമാണെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നത്. മുൻപ് 2 തവണ നടത്തിയ ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഇത്തവണ എന്തായാലും വിജയിക്കുമെന്നും കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് മരിക്കണമെന്ന വാശിയിലേക്ക് പെൺകുട്ടിയെ നയിച്ചതെന്ന കാരണത്തിൽ വ്യക്തത വന്നിട്ടില്ല. മുൻപ് 2 തവണ നടത്തിയ ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഇത്തവണ എന്തായാലും വിജയിക്കുമെന്നും കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തിനാണ് മരിക്കണമെന്ന വാശിയിലേക്ക് പെൺകുട്ടിയെ നയിച്ചതെന്ന കാരണത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഹൈദരാബാദിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ സിൽവ സാജനാണ് ജീവനൊടുക്കിയത്. തനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണമെന്നും മരണത്തെ പ്രണയിക്കുന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ വിദ്യാർത്ഥിനി എഴുതിയിരിക്കുന്നത്. അവധിക്ക് നാട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം. നെല്ലിയാനി സ്വദേശിനിയായ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. സിൽഫയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നെല്ലിയാനി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നടക്കും. വീട്ടിൽ പൊതുദർശനമുണ്ടായിരിക്കും. ഒരുപാട് കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നു. ഒരു കാര്യങ്ങളും താങ്ങാനുള്ള മനസ്സ് അവർക്കില്ല. അവരുടെ പ്രിയ കൂട്ട് മൊബൈൽ ഫോൺ മാത്രമാണ്. എന്തു ചെയ്യാം, മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖം സമ്മാനിച്ചാണ് ഈ മടക്കം. പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്കായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ BSc നഴ്സിംഗ് 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സിൽഫ. ഈസ്റ്റർ അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ജൂൺ 1ാം തീയതി തിരികെ ഹൈദരാബാദിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തതും. അച്ഛൻ സാജൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്.